وكان حاتم الأسم يقول بقوله تعالى അല്ലാ തഖാഫു വലാ തഹ്സനു എന്ന് പറയുന്ന ഫുസ്സിലത്ത് സൂറത്തിലെ ആയത്ത്. ഈ ആയത്ത് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുന്നില്ലയോ ദുഃഖിക്കുന്നില്ലയോ എന്ന ചോദ്യം. ഈ വാക്യത്തിൽ ഹാത്തമൽ അസ്ബ് തങ്ങൾ പറയാണ്, ഇന്നമാ യുഖാലു ദാലിക ലിമൻ ത്വാല ഖൗഫുഹു ഹുസ്നു ഫിദ്ദുനിയ. ഇത് പറയുക ദുനിയാവിൽ വെച്ച് മുഷിപ്പും ദുഃഖവും ഭയവും നീണ്ടുപോയ ആളുകളോടാണ് എന്നാ. വ അമ്മാമൻ അദ്നബ വ ബതറ വലം യന്തി. കുറച്ച് തെറ്റ് ചെയ്തു അഹങ്കരിച്ചു, അവൻ ഖേദിച്ചില്ല എന്ന് വെക്കുക. എന്നാ പിന്നെ വലാ യുഖാലു ശൈഉം മിൻ ദാലിക അല്ലാ തഖാഫു വലാ തഹ്സനു എന്നൊരു വാക്ക് ഇത്തരം ആളുകളോട് പറയപ്പെടാറില്ല എന്നാണ്. പേടിയും ദുഃഖമൊക്കെ ഉള്ള ആളോടാണ് ഈ പറയുന്നത്, നിങ്ങൾ എന്താണ് പേടിക്കുന്നില്ലേ, വലാ തഹ്സനൂ, അപ്പൊ നിങ്ങളെന്താ ഭയപ്പെടുകയും ദുഃഖിക്കുകയൊന്നും വേണ്ടാന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ പറയുള്ളൂ. തെറ്റും ചെയ്ത് അഹങ്കരിച്ച് ഖേദമില്ലാത്ത ആൾക്കാരെന്ന് പറയാനോ. വകാന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യഖൂലു, മഹാൻ പറയുന്നു, ലാ യംബഗി ലി അബ്ദിൻ അൻ യുദ്ഹിറൽ ഫർഹ ഹത്താ യുജാവിസ ജസ്ര ജഹന്നമ. യാനി സിറാത്താണ്. ഒരടിമക്ക് സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് യോജിച്ചതല്ല. ഏതുവരെ? മരിച്ചു ചെന്നിട്ട് ജഹന്നമിന്റെ മുകളിലിട്ടതാ ഒരു പാലമുണ്ട്. അപ്പൊ നരകത്തിന്റെ മുകളിലിട്ട പാലം വിട്ടുപോകണം, എന്നിട്ട് സ്വർഗത്ത് കിടക്കണം. അതുവരെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ ഒരു അടിമക്ക് അനുയോജ്യമല്ല, കഴിയൂല എന്നർത്ഥം. അങ്ങനെയാണ് ദുനിയാവിൽ ജീവിക്കേണ്ടത്. വകാന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യബ്കി, മഹാൻ കരയുന്നു. എന്നിട്ട് യഖൂലു, മഹാൻ കരഞ്ഞുകൊണ്ട് പറയാണ്, തസ്തരീഖുൽ ബഹായിമു വത്തുയൂർ വൽ ഹീതാനു. മത്സ്യങ്ങൾ, പറവകൾ, നാൽക്കാലികൾ ഇവരൊക്കെ സുഖമായിട്ട് വിശ്രമിച്ച് രസിച്ച് ജീവിക്കുകയാണ്. അന മുർത്തഹിനും ബി അമലി, ഞാനാണെങ്കിൽ എന്റെ കർമ്മങ്ങളെ കൊണ്ട് പണം സ്വീകരിച്ചവനുമാണ്. ഞാനിന്റെ ഫലം കിട്ടണ്ടേ, അത് പണം വെച്ചവനാണ്. അപ്പൊ നാൽക്കാലികൾക്ക് ഈ വിഷയമൊന്നുമില്ല, മനുഷ്യനായ നമുക്ക് വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ കാല താരീബിന് അബ്ദുൽ ജലീൽ റളിയല്ലാഹു അൻഹു യജ്മഉ ഇയാലുഹു അഹ്ലഹു ഫി കുല്ലി യൗമിൻ. എല്ലാ പെരുന്നാൾ ദിനങ്ങളിലും ഉത്സവ ദിനങ്ങളിലൊക്കെ തന്റെ ഭാര്യമാരെയും കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുക പതിവായിരുന്നു സാലിബിൻ അബ്ദുൽ ജലീൽ തങ്ങൾ. അങ്ങനെ പോയി യജ്ലിസൂന, അവരെല്ലാവരും ഇരിക്കുമ്പോൾ യബ്കൂന, അവർ കരയുന്നു. ഇതാണ് പണി. നല്ല സന്തോഷിക്കേണ്ട സമയമാണ്. എന്നിട്ട് എല്ലാവരും ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ വക്കീലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ചോദിക്കപ്പെട്ടു. മക്കാല, അപ്പൊ അദ്ദേഹം പറയാണ്, ഇന്നി അബ്ദുൻ അമറില്ലാഹു തആല ബിത്വാഅതിഹി, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം എന്ന കാര്യം കൊണ്ട് അള്ളാഹ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അടിമയാണ് ഞാൻ. അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യാൻ പാടില്ല, അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യലിനെ തൊട്ടിനെ തടഞ്ഞിട്ടു പോയി. പക്ഷേ പല അതിരി അൽ വഫൈത്തു ബിഹിമ അംല, ഈ രണ്ടു കാര്യം ഞാൻ പൂർത്തിയാക്കി വീട്ടിയിട്ടുണ്ടോ അല്ലേന്ന് എനിക്കറിയൂല. അങ്ങനത്തെ ഒരു അവസ്ഥ വഹിക്കുന്നത്. വൈന്നമായലിയക്കുൽ ഫറഹു വസ്റൂറു യൗമൽ ഈദി, പെരുന്നാൾ ദിനത്തിൽ സന്തോഷം, അതുപോലെ തന്നെ വളരെ ആഹ്ലാദമൊക്കെ യോജിക്കുക. ലിമൻകാര ആമിനൻ ബിൻ അദാബില്ല, അല്ലാഹു തആലാന്റെ ശിക്ഷയെ തൊട്ട് നിർഭയമുള്ളവരാരോ അവർക്കേ പറ്റുള്ളൂ എന്ന്. നമുക്ക് നിർഭയത്തിൽ എത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം സന്തോഷിക്കണ്ടെന്നോ പെരുന്നാൾ ആഘോഷിക്കണ്ടെന്നോ അതിന്റെ അർത്ഥമല്ല. പക്ഷെ ആ ദിനത്തിൽ പോലും ഒരു ദുഃഖം മനസ്സിൽ, ഇതാണ് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയാണെന്ന് അർത്ഥം. വഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മഹാനായ നബി തങ്ങൾ പറയുന്നു, മാ അതാനി ജിബ്രീൽ അലൈഹിസ്സലാം ഖത്തു, ജിബ്രീൽ ഒരിക്കലും എന്റെ അടുത്ത് വന്നിട്ടില്ല. ഇല്ലാ വഹുവ ഖായിഫുൻ, അദ്ദേഹം പേടിച്ച് വിറച്ചിട്ടുണ്ടാണ്. യർഗദു ബി ഹൈബത്തില്ലാഹി തആല, അള്ളാഹിനെ കുറിച്ചുള്ള പേടികൾ വന്നപ്പോൾ അദ്ദേഹം വിറക്കുന്നു. രോമൊക്കെ എടുത്ത് പിടിച്ച് പേടിച്ച് വിറച്ചിട്ട് എന്റെ അടുത്തേക്ക് വരലൂതാണ്. അപ്പൊ മലക്കൾക്ക് പോലും അള്ളാഹിനെ പേടിയില്ല, മാക്സിമാണ് ഇവരൊക്കെ. വകാന വഹബിന് മുനബ്ബഹ് റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, ഇന്നമത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു സംഗാതിയും കൂട്ടുവാൻ അള്ളാഹ് ആക്കി വെച്ചു. അതെന്തുകൊണ്ട? ലിഖൗലിഹി കാന ശദീദുൽ ഖൗഫി മിൻഹു, അള്ളാഹുവിനെ കുറിച്ചുള്ള ശക്തമായ പേടി അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ടാണ്. وكانوا يسمعون خفقان قلبه بمسيرة ميل, ഒരു മൈൽ ദീർഘത്തിൽ വെച്ചുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൽബിന്റെ അകത്തുള്ള തിളക്കലും ശബ്ദങ്ങളൊക്കെ കേട്ടിരുന്നു. അത്രത്തോളം പേടിയുണ്ട്. പ്രവാചകനാണ്, വയസ്സുമായ മഹാനാണ്. ഒരു മൈൽ എത്രയോ അകലുണ്ടാകും. അകത്തുനിന്ന് കേൾക്കണമെങ്കിൽ എന്തായിരിക്കും പേടി?
വകാന മൂസ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യഖൂലു മഹാൻ പറയുന്നു കുന്നാ ഇദാ ജലസ്നാ ഇൻദ സുഫിയാൻ സൗരിയുടെ അടുത്ത് ഞങ്ങൾ ഇരിക്കുകയാണെങ്കിൽ വകഅന്നമാ നാറൻ അആദത്ത് ബിനാ ഞങ്ങളടുത്ത് ഇപ്പോ ഞങ്ങളെ കൊണ്ട് തീയാകെ വലയം ചെയ്തിരിക്കും തോന്നിപ്പോ. എന്തുകൊണ്ട്? ലിമാനറ അലൈഹി ഈ ശിദ്ദത്തിൽ ഖൗഫി വൽ ജസ വിഷമം കാണിക്കലും പേടിയും അതികഠോരമായത് ഞങ്ങൾ അദ്ദേഹത്തിൽ കാണാൻ തുടങ്ങി. അങ്ങനെ കണ്ടപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പടച്ചോനെ ഞങ്ങൾ ചുറ്റോ തീയുണ്ടോ തോന്നിപ്പോ. ആ നിലക്കാണ് മഹാന്റെ ചിന്തയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മഹാൻ പറയുന്നു ഇന്നലില്ലാഹി ഇബാദത്ത് അല്ലാഹു തആലക്ക് അടിയങ്ങളുണ്ട്. ഇദാ ദക്കറു അലമത്തുല്ലാഹി തആല അല്ലാഹുവിന്റെ അലമത്തിനെ കുറിച്ച് അവർ ഓർത്തു കഴിഞ്ഞാൽ തഖത്തായത് ഖുലൂബി ബുത്തുവയും അവരുടെ ഹൃദയങ്ങൾ വയറ്റിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മുറിഞ്ഞ് കഷ്ടങ്ങളാവും. സുമ്മതന്തബിരോ പിന്നീട് കെട്ടി വീർത്തി വരും, വയറ് വീർത്തി വരും, ഹൃദയമൊക്കെ മുറിഞ്ഞിട്ട്. സുമ്മതങ്കത്തിനോ പിന്നെ അത് മുറിയും, സുമ്മതന്തബിരോ പിന്നെ നീരായി മാറും, സുമ്മതങ്കത്തിയോ സുമ്മതന്തബിരോ അബദൻ നാശം. അവരൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തോളം ഇതാണ് അവിടെ അവസ്ഥ. പേടിച്ച് മറച്ചുകൊണ്ടാണ് ഒരു ജീവിതം. ഈ അവസ്ഥയിലായിരുന്നത്. സക്കാരിയപ്പോലും ഉദയ തങ്ങൾ പറയുന്നു ഖൗഫുൽ അബ്ദി മിനല്ലാഹി അള്ളാഹിനെ കുറിച്ച് ഒരു അടിമക്കുള്ള പേടി അല ഖദ്രി മാരിഫത്തി അവൻ അള്ളാഹിനെ കൊണ്ട് അവൻ എങ്ങനെ അറിഞ്ഞോ ആ അറിഞ്ഞ കണക്കനുസരിച്ച് കൊണ്ടായിരിക്കും അവന്റേതായ രീതി. ഫക്കാന ഇബ്രാഹിമിൽ ഹർസ് ലാ യർഫഉ തർഫു ഇല സമാഇ അബദ ഖൗഫുൻ വഹയാഅ മിനല്ലാഹി തആല അള്ളാഹിനെ ഓർത്ത് നാടിച്ചത് കൊണ്ട് ഒരിക്കലും ആകാശ ലോകത്തേക്ക് ഇബ്രാഹിമിൽ അടുത്തുന്നവര് തന്റെ കണ്ണു ഉയർത്തി നോക്കിയിട്ടുള്ള മേപ്പോട്ട് എന്ന്. അത്ര നാളും പേടിയാണ്. എന്റെ ഐശ്വര്യത്തിൽ കൂടെ പിന്നെ ആകാശലോകം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്കുള്ള കിബിലയാണ്. അങ്ങനെ വെക്കുമ്പോ മേപ്പോട്ട് നോക്കാൻ കഴിയുന്നില്ല, നാണം പേടി കൊണ്ട്. അപ്പൊ കാലു കൂടെയുള്ള ആൾക്കാരൊക്കെ പറയാണ് അധികവും എന്താണ് സുഫിയാൻ സൗറിയുടെ പേര് നല്ല പേടിയായിരുന്നു, നല്ലോണ്ടായിരുന്നു ഉപരിക്കുന്നത്. ദീനാറ് ഹുമൈബിൻ അയ്യാദ് അവരെല്ലാവരും അങ്ങനെ പോയി യഖ്റുജൂന അലാ വുജൂഹിം അവർ നേരെ പുറപ്പെടും. ലാ യദ്റൂന അയ്ന യദ്ഹബൂന എവിടേക്കാണ് അവർ പോകുന്നത് അങ്ങനെ പോകേണ്ടി വരും. അന്തം വിട്ടൊരു പോക്ക്. അതുകൊണ്ടാ ദുന്യാവ് വിട്ട് ആഖിറത്തിലേക്ക് ചിന്ത ആയതുകൊണ്ടത്. ഇവരൊക്കെ എങ്ങനെ ജീവിച്ചു പോയിട്ട് നമ്മളെ അവസ്ഥ എന്താന്ന് പറയാൻ കഴിയുന്നില്ല. വകാന ഇബ്രാഹിം ബിൻ ഹുസൈൻ തങ്ങൾ യഖൂല് പറയുന്നു വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം ഇന്നി ഞാൻ അവന്തു ഞാൻ ഇഷ്ടപ്പെടുകയാണ് എന്ന് അസീറ റമാദൻ ഞാനൊരു വെണ്ണിറവ തൻസമരി റീഹും ഈ യോമിൻ അടിച്ചു വീശുന്ന ദിവനത്തിൽ കാറ്റെന്നെ അടിച്ചു വീശി ധൂളികളായി പറന്നു പോകുന്ന വെണ്ണീറായി മാറാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഇബ്രാഹിം എന്നവർ പറയാണ്. ശിക്ഷ ഓർത്തിട്ടും അള്ളാഹനെ പേടിച്ചിട്ടും. അപ്പൊ കാര്യം ഇസ്ലാമിന് ഹനഫിയ പോലും ഒപ്പര് പറയാണ് ലൈസൽ ഖായിഫുല്ലദീ യബ്കി വ യംസു ദുബറഹു പേടിയുള്ള ആള് കരയുകയും അയാളെ കണ്ണുനീര് തുടക്കുകയും ചെയ്യുക അതല്ല പേടിക്കാരൻ. ഫഇന്നമൽ ഖായിഫു മൻ തറക ഫീൽ ഉമൂരില്ലത്തി യഖാഫു അൻ യുഅദിബഹുല്ലാഹു അലൈഹാ പേടിക്കാരനെന്ന് പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ട ഏതെങ്കിലും കാര്യം പ്രവർത്തിച്ചില്ല, അതിനാൽ അള്ളാന്റെ ഭാഗം ശിക്ഷ കിട്ടുന്നു പേടിക്കും. അവനാണ് ഖായിഫ്, അല്ല നിരോധിച്ച് കണ്ണീര് വാർത്തവനല്ല. വഖാൽ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു ഖറഅതു ഖൗലഹു തആല കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന ആയത്ത് ഞാനിങ്ങനെ ഓതിയതാണ്. അതിന്റെ അർത്ഥം എന്താ? എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്നാണ്. ഈ ആശയം ഓർത്തുകൊണ്ട് അങ്ങനെ ഓതി. വസ്തിർത്തു ഉറദ്ദിദുഹ ഈ ആയത്ത് ഞങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇതെന്ത് ഹാറ്റിബൂര് അശരീരി ഞാൻ കേട്ട് കഴിഞ്ഞു. യഖൂലു അശരീരി പറയുകയാണ് കം തുറദ്ദിദു ഹാദിഹിൽ ആയത്ത വഖദ് ഖതലത്ത് അർബഅത ആലാമിൽ ജിന്നി ലമ്മാ സമിഉഹു. ഈ ആയത്തിന്റെ മട്ടങ്ങൾക്ക് അറിയോ? ഈ കൊല്ലു ദിവസത്തിൽ മൗത്ത് എന്ന് പറയുന്ന ആയത്തുകൾ ആവർത്തിച്ചുകൊണ്ടേ എത്ര വട്ടമാണ് ഈ ആവർത്തിക്കുന്നത്? എത്തരത്തിൽ ഇത് കേട്ട ഈ ആയത്ത് കേട്ട ജിന്ന് വർഗത്തിലെ 4000 ആളുകളെ ചിന്തിപ്പിച്ചിട്ട് ഈ ആയത്ത് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആയത്താണ് ഇത്. പല ചെറുപ്പമിരച്ചമായ എത്താമാത്തു അവരാരും മരിക്കുന്നവരെ ആകാശ ലോകത്തേക്കുള്ള കണ്ണർ ഉയർത്തിയിട്ടേ ഇല്ല. അതൊക്കെ അവർക്ക് പേടിയുടെ ഗൗരവം കണ്ട. വഖഫൽ മുളൈലിബിൻ അയ്യാദ് യൗമി അറഫ
അറഫാ ദിനത്തിൽ ഹുദൈർ തങ്ങൾ നിന്നു. കാമിലൻ ലിഹിയത്തവും എബിക്കി, മഹാനവർ കരഞ്ഞുകൊണ്ട് തന്റെ താടി പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ സവാരി ഇതാ ഓർമ്മിഷാംസ്, ഉച്ചതിരിഞ്ഞത് മുതൽ സൂര്യാസ്തമാനം വരെ അവിടെ ഞാൻ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന കൂട്ടത്തിൽ ഓ എപ്പോഴും അറഫ മൈതാനിയിലല്ലേ മഹാൻ പറയുന്നു, എന്റെ നഷ്ടമേ, എന്റെ കുറ്റമേ, നീ എനിക്ക് പുറത്തു തന്നാലും എന്ന് പറഞ്ഞു. ഇതാണ് അവിടെ ചോദിച്ചത്, വേറെ ചിന്തയൊന്നുമില്ല. ഹമ്മാദ് ബിൻ സൈദ് ലാ യജ്ലിസു ഖത്തു, അമ്മാദ് എന്നത് ഒരിക്കലും ഇരിക്കൂല, ഇല്ലാ മുസ്തൗഫിസൻ, വളരെ ഒരു വിഷമാവസ്ഥയിലല്ലാതെ. അപ്പൊ ആ വിഷയത്തിൽ ചോദിച്ചപ്പോ കാല മഹാൻ പറയും ഇന്നമാ യജ്ലിസു മുത്തമ്മ, അപ്പൊ വളരെ വിഷമം കാണിച്ചുകൊണ്ട് ഇരിക്കുന്നു ചോദിച്ചപ്പോ മഹാൻ ചോദിച്ചപ്പോ പറഞ്ഞെന്താ, നല്ല സാന്തനായിരിക്കുക എന്നുള്ളത് മങ്കാല ആബിദത്തിന് അതാബില്ല, അള്ളാഹുത്താരുടെ ശിക്ഷയെ കുറിച്ച് യാതൊരു പേടിയില്ലാത്ത നിർഭയത്വമുള്ള ആൾക്കാരാരോ അവരാണ് അടങ്ങി ഒതുക്കി ഇരിക്കുന്നത്. ചിന്തിക്കാൻ പോപ്പൊന്നുമില്ലല്ലോ. അനവയൊരു ആബിരിബിൻ നസൂരിയല്ല അലയ്യ ലൈൽ ഒരാറ്, രാത്രിയാണോ പകലാണോ എന്റെ മേൽ ശിക്ഷ ഇറങ്ങുക, ആ കാര്യം എനിക്ക് നിർഭയത്വമില്ല, എനിക്ക് ഭയമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വിഷമം കാണിക്കുന്നത് എന്നാണ്. വക്കാന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു യഖൂലു, മഹാൻ പറയാണ്, ലൗലൽ ഗഫലത്തു ലമാതൽ ഖൽഖു കുല്ലുഹും മിൻ ഖശിയത്തില്ലാഹി അസ്സ വജല്ല, അശ്രദ്ധ എന്ന് പറയുന്ന ഒന്ന് മനുഷ്യനിലുണ്ട്, അതില്ല എന്നുവെങ്കിൽ ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലം അള്ളാഹനെ പേടിച്ച് വിറച്ച് മരിക്കുമായിരുന്നു എന്നാണ്. അതില്ലാത്ത അശ്രദ്ധ ഉണ്ടായതുകൊണ്ടാണ്. വകാന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഖദ് ഹമംതു അൻ ഊസിയ അഹ്ലി, എന്റെ വീട്ടുകാരോട് ഞാൻ വസിയത്ത് ചെയ്യാൻ കരുതി, ഇദൻ അന മിത്തു, എന്താ ഇദാനാ മിത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അയ്യോ ഖയ്യിദൂനി വയഗ്ലൂനി വയുദ്ഖിലൂനി ഖബറ കദാലിക കമാ യുഫ്അലു ബിൽ അബ്ദിൽ മുജ്രിമിൽ ലാബിഖ് മിൻ സയ്യിദി, ഒളിച്ചോടിപ്പോയതായിരിക്കുന്ന ഒരടിമ, സയ്യിദിന്റെ സമ്മതമില്ലാതെ ഒളിച്ചോടി കുറ്റം ചെയ്ത അടിമയാണ് ആ അടിമ. ആ അടിമയെ കൊണ്ടുവന്നാൽ രാജാവ് എങ്ങനെ ശിക്ഷിക്കുമോ, അതേ പ്രകാരത്തിൽ നിങ്ങൾ എന്റെ ചങ്ങലക്ക് ഇട്ടുകൊണ്ട്, കുടുക്ക് ചങ്ങലകളും എല്ലാം ഇട്ടുകൊണ്ട് നിങ്ങൾ എന്റെ കബറിൽ കിടത്തണേ. ഇതാണ് വസിയ്യത്ത്, ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചു പോയി. നിങ്ങൾ എങ്ങനെയാണ് സ്വന്തം നഫ്സ് സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കൊതിക്കും, ഒരാൾക്കും കൊതിക്കാൻ കഴിയൂല. സ്വർഗീയ സ്ത്രീകളുമായി സുഖിക്കൽ എങ്ങനെ കൊതിക്കാൻ പറ്റും, കഴിയൂല. വൽഖുസൂർ, മണിമാളികൾ കിട്ടണം, അതൊക്കെ എങ്ങനെ കഴിയൂല. നാശത്തെയും നരകത്തെയും നിർബന്ധമാക്കിയ ഒരു വ്യക്തിക്ക് സ്വർഗപ്രവേശനം എങ്ങനെ ലഭിക്കാൻ, പോലികളുമായി എങ്ങനെ കളിക്കാൻ നടക്കൂല. മഹാൻ പറയുന്നു, വല്ലാഹി ഇന്നീ ലാ അഗ്ബിതു നബിയ്യൻ മുർസലാ, ഞാൻ ഒരിക്കലും എന്താകുന്നില്ല ഒരു മുർസലായ ഒരു നബിയായി ലാഭിക്കണമെന്നും കൊതിക്കുന്നൊന്നുമില്ല. വല മലക്ക മുഖറബായ മലക്കാവണമെന്നും ഞാൻ കൊതിക്കുന്നില്ല. കാരണം ഇവരെല്ലാവരും അന്ത്യനാളിന്റെ ഭീകരത എന്താണോ അതിനെല്ലാവരും സന്നിഹിതരായവരാണ്. ഇവർ അതിനെ കൊണ്ട് കഴിയൂല. ഒരിക്കലും സൃഷ്ടിക്കപ്പെടാത്തൊരു വ്യക്തിയാവണം, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോലൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ്. മൂപ്പര വാക്ക് മുന്തി കഴിഞ്ഞു പോയെന്ന്, അവൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന കാരണത്താൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മുന്തിയ അടിമയുടെ കൂട്ടത്തിൽ അവൻ അത്യാവശ്യമാണ് ഒരടിമക്ക്. വൈദ്യനസീബിന്റെ അവൻ സ്വന്തം നഫ്സിന്റെ അടുത്തെത്തുമ്പോ മോശമായ ശരീരമാണ് അടിമയാണെന്ന് കരുതണം. സൃഷ്ടികളുടെ അടുത്തേക്ക് എത്തുമ്പോ അവിടെ മദ്യത്തിലാണ് ഞാൻ എന്നുള്ള ഓർമ്മ വേണം. ഇങ്ങനെ 3 ഘട്ടം. അള്ളാന്റെ അടുത്ത് എത്തുമ്പോൾ നല്ല ബുദ്ധി രൂപത്തിലാവണം, സ്വന്തം നഫ്സിന്റെ അടുത്ത് വളരെ മോശക്കാരനാവണം, സൃഷ്ടികളുടെ അടുത്ത് മദ്യത്തിലെത്തുകയും വേണമെന്ന്. അപ്പൊ കാന വർക്കത് സജ്ജി എപ്പോഴും മഹാമറിയാം ദഖല ബൈത്തുൽ മുഖദ്ദസ് 500 ബിക്കർ, ഒരു 500ഓളം കന്യകൾ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിച്ചു. ആഖിറത്തിന്റെ കാര്യത്തിൽ പെട്ടതായിരിക്കുന്ന ഒരു കാര്യം ചില പണ്ഡിതർ അവിടെ മേലിട്ട് പറഞ്ഞു കൊടുത്തു.
ആകെ പറഞ്ഞിട്ട് അവർ കുടുക്കി. ആഹ്റത്തിന്റെ കാര്യം അവർ പ്രയാസപ്പെടുത്തുന്നത്. അങ്ങപ്പോ വിത്തിന്റെ ജമിയാൻ ഈ സഹായത്തിൽ വായത് 1 മണിക്കൂറുകൊണ്ട് അവരെല്ലാവരും മരിച്ചുപോയി. 500 മരിച്ചുപോയി. അപ്പൊ കാലി വാസുകൊണ്ടിൽ മസൂഹ അവർ ധരിച്ചിരുന്ന വസ്ത്രം കട്ടിയുള്ള ഗൗരവമുള്ള വസ്ത്രമായിരുന്നു. അപ്പൊ കാനാത്താവ് സലമി റളിയല്ലാഹു അൻഹു യഖൂലു മഹാൻ പറയുന്നു അല്ലാഹുമ്മ ഇന്നി അസ്അലുക വസ്സഫ വിട്ടുവീഴ്ച മാപ്പ്. അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുകയാണ് വലായതജറഖത്തു ഒരിക്കലും ഞാൻ ധൈര്യം കാണിക്കുന്നില്ല, ഒരിക്കലും അദ്ദേഹം ധൈര്യം കാണിക്കുമായിരുന്നില്ല എന്ന് അയ്യപ്പോരാദ്യം പറയരുത് അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന എന്ന് പറയാനുള്ള ധൈര്യമില്ല. ഇതിങ്ങനെ ചോദിക്കുന്ന നരകം ചോദിക്കാൻ അവകാശമില്ലാത്തതുകൊണ്ട് തന്നെ കാലമറക്കുന്നത് സഞ്ചി പറയുന്നു ഒരിക്കൽ ഞങ്ങൾ അതായി സലമിന്റെ അടുത്തേക്ക് കടന്നിരുന്നു. നോക്കുമ്പോ മജിദിനോക്കത് വല ഹദ്വാനല്ല അറിഞ്ഞ് വിശ്രമിച്ചു. നല്ല വെയിലുണ്ട്, നല്ല ചൂടാണ്. അപ്പൊ സൂര്യൻ നേരിട്ട് കൊണ്ട് ഭൂമിയുടെ മുകളിൽ കവളിൽ വെച്ചിങ്ങനെ കടക്കുക. ഇതാ ഞങ്ങൾ കാണുന്നത് അത്താഴത്തിന്. പരവന്നായിരേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടങ്ങനെ നോക്കുമ്പോ മഹാനവരുടെ 2 കവിളിൽ കൂടെ ഒഴുകൊണ്ട് കണ്ണുനീര് കടൻ സലഹാവിന് മുക്കായി. അങ്ങനത്തിന് പറയും കരഞ്ഞതിനാൽ അതാകെ കിട്ടുന്നതായി തൊലി ഇടിഞ്ഞു പോയി. അത്രത്തോളം കരഞ്ഞു പോയി. ഹദ്ദീവിനെല്ലാറുണ്ട് അദ്ദേഹത്തിന്റെ ഭൂമി കടന്നല്ലോ കവള് വെച്ച് ആ അടിഭാഗത്ത് ഞങ്ങൾ കണ്ടുവന്ന് അവിടെ കണ്ണുനീര് വാർത്തിട്ട് ആ കടന്ന ഭാഗത്ത് കവള് വെച്ച ഭാഗം ആകെ ചളിയും കളികൊണ്ടുമായി മാറി വെള്ളം ചേർന്നിട്ട് ഒക്കാന ഗസീറമ്മ എത്തലക്കാത് ഭൂമി എരിഹി. മഹാനവ കണ്ണുനീര് അധികം തന്റെ കയ്യിലിങ്ങനെ കാണാമായിരുന്നു. കൈകൊണ്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. കയ്യുമിൽ കാണുന്ന വെള്ളം കടന്നു വരുന്ന ഒരാൾ വിചാരിക്കെന്താ അറിയോ, ചുറ്റുഭാഗത്തും വെള്ളം ഇങ്ങനെ കാണും, അത് ഒന്നുണ്ടാക്കിയ വെള്ളമാണ്. പക്ഷെ മാത്രമല്ല, അത് ഒന്നുണ്ടാക്കിയ വെള്ളമല്ല, മഹാനവ കരഞ്ഞിട്ടുള്ള കണ്ണുനീരാണത്. ചെറുപ്പോൾ തൊറുപോയിലെ സമായി 40 സന 40 വർഷക്കാലത്തോളം ആകാത്ത ലോകത്തേക്ക് മകൻ കണ്ണുയർത്തിയിട്ടില്ല. ആ നിലക്ക് താമസത്തിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ റബാ തൊറുപോയി വഫല. അതിന്റെ ഇടയിൽ ഒരു ദിവസം കണ്ണൊന്ന് അശ്രദ്ധമാരായിക്കൊണ്ട് ശ്രദ്ധയില്ലാതെ ഉയർത്തിട്ടുണ്ട്. വക്കാല ബത്തിനി അങ്ങനെ കവിഴ്ന്ന് വീണു. പമ്പത്തക്കവി ബത്തിനി പത്തക്ക അങ്ങനെ അദ്ദേഹം കവിഴ്ന്ന് വീടുന്നെല്ലാം പള്ള പൊട്ടി. അങ്ങനെ പറയും അതിൽ മരിമ നീരാ മാത്ത മരിക്കുന്ന വരെ ആ വയറ് പൊട്ടിക്കീറി അങ്ങനെ മരിക്കുന്ന ഒരു രോഗിയായി മരിച്ചു എന്നാണ്. അത്രത്തോളം പേടിച്ചു. അദ്ദേഹം താമസിക്കുന്ന നാട്ടിൽപ്പെട്ട നാട്ടുകാർക്കെങ്കിലും വല്ല മുസീബത്ത് എത്തിയാൽ എപ്പോഴും മഹാൻ പറയും ആദാബി ദുരൂബി അത്താഴ്, ഇത് അത്താഴ് ചെയ്ത കുറ്റം കൊണ്ടാന്ന് പറയല്. അന്നോ ഖറജബി ബിലാദിഹി അത്താഴകാരും അവർ നാട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ ലമാൻ അസല അല്ലെങ്കിൽ ബലാവൻ അവിടെ വലിയൊരു ബുദ്ധിമുട്ടും ഇറങ്ങുമായിരുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മഹാനവരുടെ രാത്രി അധികവും തന്റെ തൊലി ഒന്നിന് തൊട്ട് നോക്കും. എന്തിന് മഹാമത്തന്റെ യക്കൂന് കഥ മുസ്ലിം ആ തൊലിയെങ്ങാനും കോലം മറക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പേടിച്ചിട്ട്. മക്കാണ് യക്കൂന് മകൻ പറയുന്നു ഹറജിന അത്തമത്തുലാമിന്റെ കൂടെ ഞങ്ങൾ ഒരിക്കൽ പുറപ്പെട്ടു. അങ്ങനെ മറർത്തു അല്ല മക്കാര് സ്ഥലത്ത് കൂടെ നടന്നു പോവാണ്. ഞാൻ നടന്നു പോയി. അങ്ങനെ പോയപ്പോ മഹാനവറുകൾ എന്തായി ബോധം കെട്ടുകൂടുക. ബോധം തെളിഞ്ഞപ്പോൾ കാല അദ്ദേഹം പറയാണ് ഈ സ്ഥലം ഉണ്ടല്ലോ, ഇത് ഞാൻ അള്ളാഹ്ക്ക് തെറ്റിയ സ്ഥലമാണ്. അന ദൂരൽ മുലു അത് ഞാൻ പ്രായം എത്തിയിട്ടില്ല. അങ്ങനെ പ്രായപൂർത്തിക്ക് ചേർന്ന് കഴിഞ്ഞ ശേഷം മഹാനവറുകള് സുബഹിക്കരിച്ചു. എത്ര 40 കൊല്ലം ഇഷാക്കെടുത്ത ഒന്നുകൊണ്ട് സുബഹിക്കരിച്ചു എന്നാണ്. അതിനുശേഷം മൂപ്പരെ അത്താകും എത്രത്തോളം വെച്ചാൽ അത്ത നഹലത്തെ അബുദാൻ അവർക്കുള്ള ശരീരമൊക്കെ പറ്റ മെരിഞ്ഞു. തൽവാർക്കും അവർക്കുള്ള നിറങ്ങളൊക്കെ മാറി.
അത്താസ്വാറത്ത് അന്ന ഖുസൂറുൽ ബിത്തീഖിൽ ഹിന്ദി ഇന്ത്യ രാജ്യത്തിന്റെ അയറ്റിയായിക്കുന്ന ബത്തക്കയുടെ തൊലി പോലെ ഇരിക്കുന്നുണ്ട് അവരെ കണ്ടാൽ അത്രത്തോളം കളർ മാറി അവര് മെലിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഇതിനേക്കാൾ കൂടുതൽ ഈ കിതാബിൽ വരുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളുടെ മേൽ കരഞ്ഞുകൊണ്ട് പോകാൻ എന്താണ് ബോധം കെട്ടുപോകുമായിരുന്നു. ചില ആൾക്കാർ കരയും. എങ്ങനെ മുക്കാൽ മയ്യത്തി മരിച്ച ആൾക്കാരെ അവരുടെ കാര്യം ഇലാമാസ മരിക്കുന്നവരെയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. റഹ്മത്തുള്ളാഹ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.